ഒരു സിനിമയും ആസിഫ് ഫസ്റ്റ് ഡേ പോയി കാണാറില്ല. പൊതുവെ പോകാറില്ല. പലപ്പോഴും ആസിഫിന് വേണ്ടി പോയി കാണുന്ന ഒരാൾ ഞാനാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തങ്ങളിൽ കൂടെ ഉണ്ടായിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ തിരിച്ചും ഒരു സുഹൃത്തിനപ്പുറം ഒരു വളരെ ബ്രദർഹുഡ് റിലേഷനാണ് ആസിഫുമായിട്ടും ആ കുടുംബവുമായിട്ടും. കഴിഞ്ഞപ്പോൾ ചെവിയിൽ എന്തോ ആസിഫിനോട് പറയുന്നുണ്ട്. അപ്പൊ പിന്നീട് ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഏതോ ഒരു ഇന്റർവ്യൂവിൽ ആസിഫ് പറയുന്നത് കേട്ടു, ഇതുപോലുള്ള സിനിമകൾ ചെയ്യണം എന്ന് ഉമ്മ പറയായിരുന്നു ചെവിയിൽ. മൂവ്മെന്റ് ഒക്കെ ലൊക്കേഷനിലൊക്കെ ഞാൻ ഒത്തിരി തവണ പോയി താമസിച്ചിട്ടുണ്ട്. അവര് സെറ്റിലുള്ള ആൾക്കാർ പോലും അറിഞ്ഞിട്ടില്ല. പുഷ്പ ഭയങ്കര ഹിറ്റായി, അതിനേക്കാൾ മുകളിൽ എന്തായിരിക്കും ഈ സിനിമയിൽ ഉണ്ടാവുക എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അത് പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലടാ, ഫയറാണ്. ദുൽഖർ സൽമാൻ കഥ കേട്ടപ്പോൾ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നും അപ്പൊ തന്നെ പറയാറുണ്ട്. പക്ഷെ ഇത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ ബൈസൈക്കിൾ ദിവസിനെ കുറിച്ചാണ്. അപ്പൊ ബിജുവേട്ടൻ ഭയങ്കര ആരാധകനാണ്. സഞ്ജു ഒക്കെ ആയിട്ട് ഭയങ്കര അടുപ്പമാണ്, സാംസണും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും ബിജുവേട്ടന്റെ റൂമിലിരുന്ന് IPL കാണുക എന്നുള്ളതായിരുന്നു. അല്ല സാറേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതാണ്, ഒന്ന് അകത്ത് കയറിക്കോളൂ സാറേ. ഞാൻ കഴിഞ്ഞ 3 പടത്തിൽ SI ആയിട്ടാണ് അഭിനയിച്ചത്. ഞാൻ എങ്ങനെ കോൺസ്റ്റബിൾ ആയിട്ട് അഭിനയിക്കും? ഞാൻ ഏതോ താൻ എന്തീ പറയുന്നത്? താൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വിളിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്. ഫസ്റ്റ് പടം അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ട് എഴുതിയ സിനിമയാണ്. ആ ആർട്ടിസ്റ്റ് ആദ്യമേ തന്നെ നോ പറഞ്ഞു. അപ്പൊ അടുത്ത ആളിലേക്ക് പോയി, അയാൾ നോ പറഞ്ഞു, അടുത്ത ആള് പറഞ്ഞു. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. മൈൽ സ്റ്റോൺ മേക്കേഴ്സ് അങ്ങനെ പറയിൽ ഇന്ന് നമ്മളോടൊപ്പം ഡയറക്ടർ ജിസ് ജോയ്. നമസ്കാരം സർ. നമസ്കാരം. നല്ല വിശേഷങ്ങളാണല്ലേ ഇപ്പൊ? വളരെ നല്ല വിശേഷം. മഴയൊക്കെ എങ്ങനെയുണ്ട്? മഴ അടിപൊളി. ഞാൻ പറയുന്നു, മഴ മാറട്ടെ എന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റില്ല. നമുക്ക് മഴ ആവശ്യമാണ്. സോ മഴയോടൊപ്പം നല്ല സിനിമകളും കൂടി വിജയിക്കണം. ഓക്കെ. അപ്പോൾ നമ്മുടെ സാറിന്റെ പുതിയ സംരംഭം തലവൻ റിലീസായി. നല്ല റിപ്പോർട്ട്സ് ഒക്കെയാണ് പുറത്ത് വരുന്നത്. നല്ല റിപ്പോർട്ട്സ് എന്നല്ല, ഞാൻ പടം കണ്ടതാണ്. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി പടം കണ്ടതാണ്. നല്ല റിവ്യൂസ് ആണ് കാര്യങ്ങളെല്ലാം പോകുന്നത്. ഭയങ്കരമായിട്ട്, അതായത് സാർ ഇത്രയും കുറെ 6 പടങ്ങളോളം, ഇത് ഇൻക്ലൂഡിങ് 6 പടങ്ങളെല്ലാം തന്നെ ചെയ്തു സാർ. അപ്പോൾ അതിൽ എനിക്കൊന്നൊരു വ്യത്യസ്ത ജോണറിൽ വന്നിട്ട് ജനങ്ങളുടെ ഹൃദയം കീഴടക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്താണ് സാറിന് അതിനെക്കുറിച്ചൊരു പറയാനുള്ളത്? സിനിമ എപ്പോഴും പലതരത്തിൽപ്പെട്ട സിനിമകൾ ചെയ്യണമെന്നാണ് മിക്ക ഡയറക്ടേഴ്സിനും. അത് തന്നെ ആയിരിക്കും ആഗ്രഹം. എനിക്കും അങ്ങനെ. അപ്പോൾ ത്രില്ലേഴ്സ് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഫീൽ ഗുഡും അതെ കേട്ടോ. അതുകൊണ്ട് അത് 3-4 ഫീൽ ഗുഡ് പടങ്ങൾ ചെയ്തു. അപ്പോൾ ഒന്ന് മാറി വേറെ ഒരു റൂട്ടിൽ ചിന്തിക്കാം എന്നാലോചിച്ച് അങ്ങനെ വന്ന് ചേർന്ന ഒരു കഥയാണ്. അങ്ങനെ പറഞ്ഞ പോലെ എപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള 2 ആർട്ടിസ്റ്റുകളാണ്. കോമ്പിനേഷനിൽ ബിജുവേട്ടനും ആസിഫ് ഭയങ്കര നല്ല കോമ്പിനേഷൻ ആണല്ലേ. എന്നെ പോലെ തന്നെ എല്ലാ മലയാളികൾക്കും അവരെ ഇഷ്ടമാണ്. അവരെ കറക്റ്റായിട്ട് ഉപയോഗിച്ചാൽ അത് കാണാൻ എപ്പോഴും ആൾക്കാരുണ്ടാവുന്ന ഞാൻ വിചാരിക്കണേ. അപ്പൊ ആ ഒരു വിശ്വാസത്തിലാണ് ഈ സിനിമ ചെയ്തത്. ഓഫ് കോഴ്സ് ത്രില്ലർ എന്റെ ഫേവറേറ്റ് ജോണറാണ്. ഓക്കെ. പക്ഷേ ഇപ്പൊ സാറിന്റെ ഫസ്റ്റ് ഡബിങ് ആർട്ടിസ്റ്റ് അത് അല്ലു അർജുൻ, അത് പ്രത്യേകിച്ച് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം ഈ സൗണ്ട്. ഞാനും നേരിട്ട് കേട്ടിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം എന്റെ കോളേജ് ടൈമിൽ ഇറങ്ങിയ പടങ്ങളാണ് ആര്യ, ബണ്ണിയൊക്കെ. അപ്പോൾ നമുക്ക് ആ ഒരു സൗണ്ടിലൂടെയാണല്ലോ നമ്മൾ ആ പടം ആദ്യം ശ്രദ്ധിക്കുന്നത്. ആര്യ നമ്മൾ അല്ലുവിനെ ശ്രദ്ധിക്കുന്നത് അങ്ങനെയാണല്ലോ മലയാളം ഡബിങ് വരുമ്പോഴത്തേക്ക്. അപ്പൊ എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ, നമ്മൾ ഡബിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിലാണല്ലോ സാർ ആദ്യം ഈ ഫീൽഡിൽ, ഡയറക്ടറാണ് ഓഫ്കോഴ്സ്, എന്നാലും സാറിന്റെ തുടക്കം എന്ന് പറയുന്നത് എനിക്ക് 2000 കാലഘട്ടത്തിൽ ഡബിങ് ആയിട്ട് നമ്മൾ അറിയപ്പെടുന്നത്, തിരിച്ചറിയപ്പെടുന്നതെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഇന്റർവ്യൂസിലൊക്കെ, ഇത് ഡബിങ് ആർട്ടിസ്റ്റിനെ ഒരിക്കലും അതായത് ഈ മീഡിയാസിൽ ഒരു മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടില്ല. എല്ലായ്പ്പോഴും അവരെ പിറകോട്ടടിക്കും. പക്ഷെ എനിക്ക് പുള്ളിക്കാരത്തി പറയുന്ന പോലെ തന്നെ ഇപ്പൊ നമ്മൾ മണിച്ചിത്താറിലെ ഗംഗ അല്ലെങ്കിൽ സുധി, നമ്മുടെ അനിയത്തി പ്രാവിലെ സുധിയൊക്കെ ആൾക്കാർ ഓർത്തിരിക്കും. ഇപ്പൊ പറഞ്ഞ ആര്യയുടെ കാര്യമാണ്, അല്ലു അർജുന്റെ കാര്യമാണെങ്കിലും സാർ ചെയ്ത ആ ഒരു ഡബിങ്ങിലൂടെയാണ് ആൾക്കാർ ഓർത്തിരിക്കുക. അപ്പൊ അത്രയും ഈക്വൽ ക്യാരക്ടർ, അതായത് ഒരു ആർട്ടിസ്റ്റിനോടൊപ്പം തന്നെ, അതായത് നായികയോടോ അല്ലെങ്കിൽ വില്ലനോടോ ഒപ്പം ഈക്വൽ, അല്ലെങ്കിൽ അതിന്റെ ഒരു പകുതിയിലോ കാൽഭാവമെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഈ ഡബിങ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷെ നിർഭാഗ്യവശാൽ അവർക്ക് അത്രയും പരിഗണന കിട്ടുന്നില്ലെന്നൊരു പരാതി കുറെ കാലങ്ങളായിട്ട് ഇങ്ങനെ അതിൽ ധൈര്യപൂർവ്വം പറഞ്ഞ ആളാന്ന് എനിക്ക് തോന്നി ഭാഗ്യലക്ഷ്മി ചേച്ചിയൊക്കെ. പക്ഷെ ഇപ്പൊ കുറെയൊക്കെ മാറി വരുന്നുണ്ട്. ഡബിങ് ആർട്ടിസ്റ്റിന് ഇപ്പൊ ഈ റിവ്യൂസ് ആണെങ്കിലും തിരക്കുന്നുണ്ട് ആരാണ് ഡബ് ചെയ്തത് എന്നുള്ളത്.
അപ്പോൾ സാറിന് ഈ ഡബിങ് ആർട്ടിസ്റ്റ് ഡയറക്ടറിലേക്ക്, ഡയറക്ടർ മാത്രമല്ല എനിക്ക് സാർ വേഴ്സിറ്റൽ ഒരു ആർട്ടിസ്റ്റ് സാറിനെ പറയാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഡബിങ് ആർട്ടിസ്റ്റ് ആണ്, അതോടൊപ്പം തന്നെ ഡയറക്ടറാണ്, അതോടൊപ്പം ലിറിസിസ്റ്റ് ആണ്. സത്യത്തിൽ എനിക്ക് അറിയില്ലായിരുന്നു സാറ് ഈ പടം നമ്മുടെ വിജയ് സൂപ്പർ ആൻഡ് പൗർണമിയും അതുപോലെ നമ്മുടെ പിന്നെ സൺഡേ ഹോളിഡേ ഒക്കെ ചെയ്തപ്പോഴത്തേക്ക് അതിലെ പാട്ടുകൾ മറ്റേ അതൊക്കെ ഭയങ്കര ഹാർട്ട് ബ്രേക്കിംഗ് പാട്ടുകളൊക്കെ അതിനകത്ത് ചെയ്തിട്ടുണ്ടല്ലോ സാർ, ലിറിസിസ്റ്റ്. അപ്പോൾ അതൊരു പ്രത്യേക കഴിവാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് സാറ് ഇതിലേക്ക്, അതായത് ഈ ഡബിങ് ആർട്ടിസ്റ്റിൽ നിന്ന് ഈ ഡയറക്ടറിലേക്കുള്ള ഒരു എത്തിച്ചേരൽ ഒരു ചെറുതാക്കി നമുക്കൊന്ന് ഡബിങ് ഞാൻ ഇച്ചിരി അസിസ്റ്റ് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് സിനിമ പഠിക്കാൻ കിട്ടിയ ഒരു വേദി എന്ന് പറയുന്നത് ഡബിങ് ആണ്. ആ ഡബിങ്ങിലൂടെ പലതരത്തിൽപ്പെട്ട സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാനും അവരുടെ സിനിമകൾ വർക്ക് ചെയ്യാനും നല്ല നല്ല കഥാപാത്രങ്ങൾക്ക് ശബ്ദം കൊടുക്കാനും അതർ ദാൻ അല്ലു അർജുൻ ഞാൻ ഡബ് ചെയ്യുന്നത് 2007-ലാണ്. ഞാൻ പറഞ്ഞു 2000-ലൊക്കെ നമ്മൾ ഡബിങ് തുടങ്ങി. അപ്പോൾ ഒരുപാട് പേര് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു എന്തെങ്കിലും പഠിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡബിങ് തിയേറ്ററിൽ നിന്നുള്ള പഠനം മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നിനും എനിക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഒരിക്കലും ഡബിങ്ങിനെ എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക വേറെ ഒന്നായിട്ട് കാണാൻ പറ്റില്ല. ഡബിങ് ശരിക്കും എനിക്ക് ഒരുപാട് ജീവിതത്തിൽ ഉപകാരപ്പെട്ടിട്ടുള്ള ഒരു സംഗതിയാണ്. പിന്നെ സിനിമയിലേക്ക് വരുമ്പോൾ ഓഫ് കോഴ്സ് ബൈസിക്കിൾ തീവ്സ് ആയിരുന്നു. എൻ്റെ കൂട്ടുകാരൻ അജിത് പിള്ളി അദ്ദേഹത്തിൻ്റെ കഥ വളരെ യാദൃശ്ചികമായി എനിക്ക് അയച്ചു തരികയും അതിലൊരു സിനിമയാണെന്ന് മനസ്സിലാക്കി ഞങ്ങൾ തിരക്കഥ എഴുതി ആസിഫിനോട് പറഞ്ഞു, ഒത്തിരി താരങ്ങളോട് പറഞ്ഞു, ആസിഫിനോട് പറഞ്ഞു. അങ്ങനെയാണ് സിനിമയിലേക്ക് ഡയറക്ടർ എന്ന് പറയുന്നതിലേക്ക് വരുന്നത്. പക്ഷേ 2004-2005 മുതൽ ആഡ് ഫിലിംസ് സംവിധാനം ചെയ്യാനായിട്ട് തുടങ്ങി. അങ്ങനെയാണ് സംവിധാന മേഖലയിലേക്ക് സിനിമയിലേക്ക് വരുന്നത് 2013-ലാണ് ഡയറക്ടറായിട്ട് വരുന്നത്. പക്ഷെ ആഡ് ഫിലിംസ് 2004 തന്നെ വളരെ സജീവമായിട്ട് ആഡ് ഫിലിംസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. അപ്പോൾ 2013 തൊട്ടുള്ള സാറിന്റെ പടങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വിജയ് സൂപ്പറും പൗർണമി ആയാലും സൺഡേ ഹോളിഡേ പിന്നെ അങ്ങനെ കുറച്ച് പടങ്ങൾ ലാസ്റ്റ് എനിക്ക് OTT റിലീസ് ആയിട്ട് ഇന്നലെ വരെ വിളിച്ചാൽ ബാക്കിയെല്ലാം ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു ജോണറാണ്. പിന്നെ ഇൻസ്പിറേഷൻ ആണ്. ഇപ്പോൾ സൺഡേ ഹോളിഡേ എടുത്താലും പൗർണമി വിജയ് സൂപ്പറും പൗർണമി എടുത്താലും നമുക്കതൊരു ഇൻസ്പയറിംഗ് ആണ് ഓൾ ദ ടൈം. അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും ഞാനൊക്കെ വീണ്ടും കണ്ട പടമാണ് വിജയ് സൂപ്പറും പൗർണമി എന്ന് വെച്ചാൽ നമുക്കതൊരു ഇൻസ്പയറിംഗ് സ്റ്റോറി ആയിട്ടാണ് ഫീൽ ചെയ്തത്, ഫീൽ ഗുഡ് മൂവി ആയിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ ഈ തലവനിലേക്ക് വരുമ്പോൾ നമ്മൾ ബിജു ചേട്ടന്റെയും ബിജു മേനോൻ സാറിന്റെയും അതുപോലെ ആസിഫിക്കയുടെയും ഒരു കോംബോ വരുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമ്മൾ അയ്യപ്പനും കോശിയാണോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആണ് അതിനകത്ത് പറയുന്നുണ്ടല്ലോ, രണ്ട് SAയും CAയും തമ്മിലുള്ള ഈഗോ ക്ലാഷ് ആണെന്ന്. പക്ഷെ പിന്നെ പടം കണ്ട ആളെന്ന് എനിക്ക് അത് ഇവിടെ പറയാൻ പറ്റില്ല, കാരണം അത്രയും വ്യത്യസ്ത തലത്തിലൂടെ കൊണ്ടുപോയ ഒരു പടമാണ്, എസ്പെഷ്യലി സെക്കൻഡ് ഹാഫ്. അപ്പോൾ ഈ ഒരു കഥയിലേക്ക് അല്ലെങ്കിൽ ഇതിലേക്ക് എത്താനുള്ള ഒരു എന്തായിരുന്നു ഒരു തുമ്പ് എന്തായിരുന്നു? ഇതിന്റെ തുമ്പ് വളരെ സിമ്പിൾ ആയി. ഇതിന്റെ കഥാകൃത്തുക്കൾ, അതായത് തിരക്കഥ എഴുതിയ ശരത്തും ആനന്ദും രണ്ടുപേരാണ്, ആദ്യമായിട്ട് ചെയ്യുന്നവരാണ്. അപ്പൊ അവര് വന്ന് യാദൃശ്ചികമായി ഒരു കഥ പറഞ്ഞു, ഞങ്ങൾ ആ കഥ വർക്ക് ചെയ്യാൻ തുടങ്ങി. അത് കുറെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ സുനിലേട്ടൻ എന്ന് പറഞ്ഞു, വിജയ് സൂപ്പറിന്റെ പ്രൊഡ്യൂസറാണ് എന്നെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു അവര് വന്നിട്ട് വേറൊരു കഥ പറഞ്ഞിട്ടുണ്ട്, അത് വീട്ടിൽ പ്രസന്റ് ചെയ്തപ്പോൾ എല്ലാവർക്കും വലിയ ഇഷ്ടമായി, അത് ഒന്ന് കേട്ടു നോക്കുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്ക് ആദ്യം പറഞ്ഞ കഥയേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടത്, ഒരു ഫയർ തോന്നിയത് ഇപ്പൊ ഈ തലവന്റെ സ്ക്രിപ്റ്റ് ആണ്. അപ്പൊ അങ്ങനെ പിന്നെ അത് വർക്ക് ചെയ്ത് ഞാൻ പറഞ്ഞത് എല്ലാം ഒരു 1.5 വർഷം മുൻപത്തെ കാര്യം കണ്ടോ. അത്രയും നമ്മൾ ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. സിനിമ ഷൂട്ടിന് പോകുന്നതിന് മുമ്പ് 8 മാസത്തോളം സ്ക്രിപ്റ്റിൽ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് എഡിറ്റ് ചെയ്തിട്ടുണ്ട് സ്ക്രിപ്റ്റ്, ഒത്തിരി ആഡ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാണുന്ന ഒരു പരുവത്തിലേക്ക് ആക്കാൻ. അതെ, നമുക്ക് ആ മൂവി കാണുമ്പോൾ നമുക്ക് ഓൾ ത്രൂ പോകുമ്പോൾ നമുക്ക് അറിയാം, ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 10-15 മിനിറ്റുള്ള നമ്മളേക്ക് കയറുവാണ് സിനിമ. പിന്നെ ഒരുമിച്ച് നമ്മളെ കൊണ്ടുപോകും, വിമാനത്തിൽ കയറിയതുപോലെ അങ്ങ് പോവുകയാണ്. അത്രയും നന്നായിട്ട് അത് വർക്ക്ഔട്ട് ആയിട്ടുണ്ടെന്നാണ് എനിക്ക് പ്രേക്ഷക എന്ന നിലയിൽ, ആങ്കർ എന്ന നിലയിൽ പ്രേക്ഷക നിലയിൽ തോന്നിയിട്ടുള്ളത്. വളരെ പിന്നെ എനിക്ക് പിന്നെ ഇതിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മുടെ ആസിഫിക്ക് എനിക്ക് തോന്നുന്നു ഒരു ബ്രേക്ക് ത്രൂ നൽകിയൊരു പടമായിരുന്നു സൺഡേ ഹോളിഡേ അല്ലേ. അദ്ദേഹത്തിന്റെ കുറച്ച് നാളിന് ശേഷം ഒരു ക്ലീഷേ മൂവി വന്നതിന് ശേഷം പെട്ടെന്നൊരു മാറ്റമായിരുന്നു. കാരണം അദ്ദേഹത്തിന് പറ്റി, അദ്ദേഹത്തിന്റെ ഫിസിക്കിന് പറ്റി അല്ലെങ്കിൽ ബോഡി ലാംഗ്വേജിനും എല്ലാത്തിനും പറ്റുന്ന ഒരു പടമായിരുന്നു. അതിനുശേഷം വന്ന വിജയ് സൂപ്പറും പൗർണമിയും അങ്ങനെ തന്നെ ഹിറ്റായ ഒരു പടമാണ്, പാട്ടുകളും എല്ലാം തന്നെ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ്, അതിന്റെ തുടക്കമൊക്കെ? സൗഹൃദം ബൈസിക്കിൾ തീവ്സിന്റെ സെറ്റിൽ സിനിമാ സെറ്റിൽ നിന്നാണ്. അതിനുമുമ്പ് അറിയാം എങ്കിലും കുറെ കൂടെ അടുത്ത പരിചയപ്പെടുന്നതൊക്കെ ബൈസിക്കിൾ തീവ്സിന്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയത്താണ്. നമ്മൾ ഭയങ്കര മാച്ച് ചെയ്ത് പോകുന്ന രണ്ടുപേരാണ് ഞങ്ങൾ. ഏതാണ്ട് ഒരുപോലെ ചിന്തിക്കുകയും ഒരു നോട്ടം കൊണ്ട് പോലും അവന്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾക്ക് മനസ്സിലാവാറുണ്ട്. അതെ, അങ്ങനത്തെ ഒരു സോൾമേറ്റ് എന്നൊക്കെ പറയാൻ പോകുന്ന ടച്ച് വുഡ് എപ്പോഴും അങ്ങനെ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ മുഹൂർത്തങ്ങളിൽ കൂടെ ഉണ്ടായിട്ടുള്ള ആളാണ്. അതുപോലെ തന്നെ തിരിച്ചും ഒരു സുഹൃത്തിനപ്പുറം ഒരു വളരെ ബ്രദർഹുഡ് റിലേഷനാണ് ആസിഫുമായിട്ടും ആ കുടുംബവുമായിട്ടും. അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ്.
ഇപ്പൊ ഒത്തിരി സ്ഥലങ്ങളിൽ ഇപ്പൊ ആസിഫിന്റെ ഷൂട്ട് പോകുന്ന പലയിടങ്ങളിലും ഞങ്ങൾ കൂടെ ട്രാവൽ ചെയ്യും. ഞങ്ങൾ അങ്ങനെ അത്രയും ഈ പറയുന്ന പോലെ ഒരു സോൾമേറ്റ് അല്ലേ ശരിക്കും പറഞ്ഞാൽ, എല്ലാം അറിയുന്ന അല്ലെ, നമുക്ക് കണ്ണിൽ നോക്കി തന്നെ സംസാരിക്കാൻ പറ്റുന്ന ഹ്യൂമന്റെ ഒക്കെ ലൊക്കേഷനിലേക്ക് ഞാൻ ഒത്തിരി തവണ പോയി താമസിച്ചിട്ടുണ്ട്. അവര് സെറ്റിലുള്ള ആൾക്കാർ പോലും അറിഞ്ഞിട്ടില്ല. ലൊക്കേഷനിലേക്ക് പോകാറില്ല. നമ്മൾ ഹോട്ടലിൽ താമസിക്കും, അവൻ ഷൂട്ടിന് പോകും, ഞങ്ങളിങ്ങനെ പുതുക്കെ സ്ഥലങ്ങളൊക്കെ കറങ്ങി നടക്കും. ഇഷ്ടമാണ് ആസിഫിന്റെ ഞങ്ങളുടെ ആ ഒരു വൈബ്. ഞങ്ങൾ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ, 2-3 സുഹൃത്തുക്കളുണ്ട്. ഞങ്ങൾ എല്ലാം ഫാമിലി പോലെയാണ്. ഓക്കെ. ആസിഫ് അലി ഈ പടം നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഷോ കണ്ട പുള്ളി അത് ഭയങ്കരമായിട്ട് ഇമോഷണൽ ആയിരുന്നു. ഇമോഷണൽ ആയ റീസൺ എനിക്ക് തോന്നുന്നത് ആസിഫ് ഒന്നാമത്തെ കാര്യം, ഒരു സിനിമയും ആസിഫ് ഫസ്റ്റ് ഡേ പോയി കാണാറില്ല. പൊതുവെ പോകാറില്ല. പലപ്പോഴും ആസിഫിന് വേണ്ടി പോയി കാണുന്ന ഒരാൾ ഞാനാണ്. ഞാൻ ഈ പറഞ്ഞ ഞങ്ങളുടെ ആ 2-3 പേരാണ് ഒരുമിച്ച് ഫസ്റ്റ് ഡേ. അത് വെച്ചാൽ ഏത് ആർട്ടിസ്റ്റിനാണെങ്കിലും സിനിമ റിലീസിന്റെ അന്ന് എത്ര ടെൻഷനില്ലെന്ന് പറഞ്ഞാലും ടെൻഷൻ ഉണ്ടാവും, ഇത്ര ഇല്ലെന്ന് പറഞ്ഞാലും ഉണ്ടാവും. അപ്പോ ഇപ്പൊ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിലൊക്കെ ഞാനൊക്കെ നിരവധി തവണ അഭിമുഖീകരിച്ചിട്ടുള്ളതാണ്. ഈ ഷോ നടക്കുന്ന സമയത്ത് വാച്ചിൽ എഴുതി കാണിക്കും, യുവർ സ്ട്രെസ് ലെവൽ ഈസ് അൺയൂഷ്വലി ഹൈ, കുറച്ചേരം എണീറ്റ് വെക്കുന്നൊക്കെ. പിന്നെ ഭയങ്കര നമ്മൾ അതുവരെ കണ്ട പടമല്ലോ ഈ ആൾക്കാരുടെ കൂടെ ഇരുന്ന് കാണുന്നത്. ഞാനിപ്പോ തിയേറ്ററിലൊക്കെ പ്രിവ്യൂ കാണാറുണ്ട് റിലീസിന് മുമ്പ്. പക്ഷെ അതിപ്പോ ഞാനോ എഡിറ്ററോ പ്രൊഡ്യൂസറോ കൂടി പോയി 10-15 ആൾക്കാരുണ്ടാവും. അതല്ലല്ലോ ഒരു മാസം 600 പേര് ഇരുന്ന് കാണുമ്പോ സിനിമ ശരിക്കും ഫാസ്റ്റ് ആകുന്നതും വലിയുന്നതും ഒക്കെ നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ ഈ സിനിമയ്ക്ക് അങ്ങനെ വാച്ച് ഒന്നും എഴുതി കാണിച്ചിട്ടില്ല. കാരണം അത് എനിക്ക് തോന്നുന്നു റിലീസിന് മുമ്പ് നമുക്ക് അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ ഒരിടത്തും അതിന് മുമ്പുള്ള ഇന്റർവ്യൂകളിലൊന്നും അങ്ങനെ ഒരു ആ കോൺഫിഡൻസിനെ കുറിച്ചോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ആ കോൺഫിഡൻസ് എവിടെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോ നമ്മൾ സെൻസർ ചെയ്യാൻ വേണ്ടി പോകുന്നു, അവിടെ കുറെ ആൾക്കാർ കാണുന്നു, അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത കുറെ ആൾക്കാർ കണ്ടിട്ട്, അല്ലെങ്കിൽ ഓവർസീസിൽ പ്രിവ്യൂ അതിന്റെ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് കൊണ്ട് പ്രിവ്യൂ കാണിക്കുന്നു. അപ്പൊ അവിടെ അങ്ങനെ നമ്മളെ സുഖിപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം അവർ പർച്ചേസ് ചെയ്യേണ്ടതാണ്. അപ്പൊ വർക്കായില്ലെങ്കിൽ അവർക്ക് പറയാൻ വർക്കായില്ല എന്നുള്ളത്. അപ്പൊ അവരൊക്കെ തന്നൊരു ഭയങ്കരമായിട്ടുള്ള ഒരു അവരുടെ വേർഡ്സ് ഉണ്ട്, കൊള്ളാം, ഇത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും എന്ന് പറയുന്നത്. ആ ഒരു ധൈര്യം വല്ലാണ്ട് ഉണ്ടായിരുന്നു. അതെ. ഇപ്പം ചോദിച്ച ചോദ്യം സോറി കേട്ടോ, ആസിഫ് ഇമോഷണൽ ആയി പോയെന്ന റീസൺ ഒന്ന്. അതുകൊണ്ട് തന്നെ ആസിഫിന്റെ വാപ്പയും ഉമ്മയും ആദ്യത്തെ ഷോയ്ക്ക് ഒരിക്കലും ഇന്നേ വരെ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ ഇവന്റെ കൂടെ സിനിമ കാണാനായിട്ട് ഫസ്റ്റ് ഡേ വന്നിട്ടില്ല. പക്ഷെ ഈ സിനിമയ്ക്ക് വന്നു. അപ്പോൾ ആസിഫിന്റെ വാപ്പയും ഉമ്മയുണ്ട്, സമയുടെ വാപ്പയും ഉമ്മയുണ്ട്, കസിൻസ് ഉണ്ട്, ബന്ധുക്കള്, ആ താമസിക്കുന്നിടത്ത് ഒരു ലോഡ് ഫ്രണ്ട്സ് ഉണ്ട് ആസിഫിന്. ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സാണ്, അവരെല്ലാവരും ഉണ്ട് തിയേറ്ററിലെ. അപ്പൊ പെട്ടെന്ന് പടം കഴിഞ്ഞ് ആൾക്കാർ ക്ലാപ്പ് അടിക്കുന്നു. അപ്പൊ ഉമ്മ വന്ന് കെട്ടിപ്പിടിച്ചു. അപ്പോൾ ചെവിയിൽ എന്തോ ആസിഫിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ അതെന്താ, ഞാനിങ്ങനെ എനിക്ക് ഒരുമിച്ച് അവിടെ ഇരിക്കാനുള്ള ഒരു പേടിയൊക്കെ കാരണം ഞാൻ കുറച്ചപ്പുറം മാറിയായിരുന്നത്. അങ്ങനെ കഴിഞ്ഞപ്പോൾ ചെവിയിൽ എന്തോ ആസിഫിനോട് പറയുന്നുണ്ട്. അപ്പൊ പിന്നീട് ഞാനത് ചോദിക്കാൻ മറന്നു. ഏതോ ഒരു ഇന്റർവ്യൂവിൽ ആസിഫ് പറയുന്നത് കേട്ടു, ഇതുപോലുള്ള സിനിമകൾ ചെയ്യണം എന്ന് ഉമ്മ പറയായിരുന്നു ചെവിയിൽ. ഇത്രയും വർഷങ്ങൾ എടുത്തതോ അവരെ കൊണ്ടൊന്ന് പറയിപ്പിക്കാൻ. അല്ല, അതിന്റെ ഒരു ഒഴുക്കിലാണ് ആസിഫ് പിന്നെ ആൾക്കാർ ഫുൾ കംപ്ലീറ്റ് വന്ന് പൊതിഞ്ഞ് കാറിലേക്ക് കയറിയപ്പോൾ ആ മീഡിയ ടീം അടുത്തേക്ക് പോയത്. അപ്പൊ പെട്ടെന്ന് പുള്ളി അതുവരെ ഇങ്ങനെ പിടിച്ചോണ്ടിരുന്നത് പെട്ടെന്ന് പൊട്ടിപ്പോയി. അതൊരു അല്ലാതെ അത് ഭയങ്കര വാർത്തകളൊക്കെ പിന്നെ പുള്ളിയെ കുറിച്ച് ചെറിയൊരു ഒരു ക്രിറ്റിസിസം പോലെ പറയുന്നൊരു കാര്യമാണല്ലോ. എനിക്ക് തോന്നുന്നു സാറും കേട്ടിട്ടുണ്ടാവും. അത് ആസ് എ സോൾമേറ്റ് എന്നല്ല ചോദിക്കുകയാണ്, പുള്ളി വിളിച്ചാൽ ഫോൺ അധികം എടുക്കില്ല എന്ന രീതിയിൽ. അപ്പൊ എങ്ങനെയാണ് പുള്ളി അങ്ങനെ ഉണ്ടോ? അതായത് നമ്മൾ ഒരു ലെവലിലേക്ക് ആയതിനു ശേഷം ഒരു പുതിയ ക്യാരക്ടർ അങ്ങനെ പിടിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അത് ഒരു സിനിമാ താരമായപ്പോ വന്ന മാറ്റമാണെന്ന്. ബൈസിക്കിൾ യൂസിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയായിരുന്നു. ബേസിക് നേച്ചർ ഫോൺ. അത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് നമ്മൾ സിനിമയിലായതുകൊണ്ടാണ് അത് അറിയുന്നത്. ഇപ്പൊ പുള്ളി ഫോൺ അങ്ങനെ എന്റെ കയ്യിലൊക്കെ എപ്പോഴും ഫോൺ ഉണ്ടാവും, കയ്യിലോ പോക്കറ്റിലൊക്കെ ഫോൺ ഉണ്ടാവും. പ്രത്യേകിച്ച് സിനിമ റിലീസ് ചെയ്യുന്ന സമയത്തൊക്കെ ആസിഫ് അങ്ങനെ ഫോൺ കൊണ്ടു നടക്കാറില്ല എന്നുള്ളതാണ്. ഒന്നുകിൽ വൈഫിന്റെ കയ്യിൽ ഫോൺ ഉണ്ടാവും, അല്ലെങ്കിൽ മാനേജറുടെയോ മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെയോ ആരെങ്കിലും കയ്യിലുണ്ട്. അല്ല കൊണ്ടു നടക്കുന്നത് കാണാറില്ല. ഫോൺ നോക്കുന്നൊക്കെ ഞാൻ തന്നെ വളരെ അപൂർവമായിട്ട് കണ്ടിട്ടുള്ളൂ. വല്ലപ്പോഴും അത് ഭയങ്കര ഇതാണ് ആസിഫ്. ഈ ഒരു സിനിമ സെറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക, ആ സ്ക്രിപ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുക. മൊബൈലിൽ TV ന്യൂസ് കാണാറുണ്ട് എപ്പോഴും. അത് കാരോണിന്റെ അകത്തും TV ഉണ്ട്. സോ ന്യൂസ് എപ്പോഴും ഇരുന്ന് കാണുന്നതാണ്. മൊബൈലിനോട് വലിയ താല്പര്യമില്ല. അപ്പൊ എങ്ങനെയാണ് ഒരു എമർജൻസിയിലൊക്കെ എങ്ങനെയാണ് സാർ? എമർജൻസി നമ്പർ ഉണ്ടല്ലോ,
എമർജൻസി നമ്പർ ഈസ് ഓൾവേസ് ഓൺ. അത് വേറെ, അത് പബ്ലിക്കിലേക്ക് അത് പോയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു നമ്പർ എപ്പോഴും ഉണ്ട്, ഫ്രണ്ട്സിനും ഫാമിലിക്കും വിളിക്കാൻ ഒരു നമ്പർ ഉണ്ട്. അത് എപ്പോഴും ഓൺ ആണ്, അത് എപ്പോൾ വിളിച്ചാലും എടുക്കുകയും ചെയ്യും. പിന്നെ ഇപ്പൊ നമ്മുടെ ഡബിങ്ങിന്റെ ഒക്കെ പുതിയ പുഷ്പ സെക്കൻഡ് റിലീസ് ആണല്ലോ ഓഗസ്റ്റില്. എന്തായി സാർ തന്നെ ആയിരിക്കുമല്ലോ എന്തായാലും. അതിന്റെ എന്തെങ്കിലും അത് അവര് നവംബർ മുതൽ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഇപ്പൊ ജൂലൈയിലാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മളെ ഒരാഴ്ചത്തോളം അവർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ്, കൊച്ചി തന്നെയാണ് ഡബ് ചെയ്യാറുള്ളത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ആൾക്കാർ വരാം. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ കയ്യിൽ സിനിമ കൊടുത്തു വിടാറാ പതിവ്. അപ്പോൾ ഞാനും ഭയങ്കര ഈ പ്രേക്ഷകരിരിക്കുന്നതിനേക്കാൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട്, കാരണം ഒരു സിനിമ പുഷ്പ ഭയങ്കര ഹിറ്റായി, അതിനേക്കാൾ മുകളിൽ എന്തായിരിക്കും ഈ സിനിമയിൽ ഉണ്ടാവുക എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയുണ്ട്. അത് ശരിക്കും അവർക്ക് ഭയങ്കര ചലഞ്ചിങ് ആണ്. അത് ശരിക്കും അതിന്റെ മുകളിൽ ഒരു പടം ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര, ആ ഡയറക്ടർ അത് ചെയ്യും കേട്ടോ, അത്രയും കപ്പാസിറ്റി ഉള്ള ആളാണ്, അത് ചെയ്യും. എനിക്ക് തോന്നുന്നു പുഷ്പയിലൊക്കെ ഉണ്ടായിരുന്ന പോലത്തെ പാട്ടുകളും അതുപോലത്തെ കൊറിയോഗ്രാഫിയും അതൊരു ബെഞ്ച് മാർക്കായിട്ട് സെറ്റ് ചെയ്ത് അതിന്റെ മുകളിൽ ഒരു ശതമാനമെങ്കിലും പടം വന്നിട്ടുണ്ടെങ്കിൽ പുഷ്പ ഇന്ത്യ മുഴുവൻ എല്ലാവർക്കും ഉണ്ടല്ലോ ബാഡ് ഫേസുകൾ. അപ്പം ആസിഫ് അലിയുടെ ബാഡ് ഫേസ്, അതായത് ഈ കഥ പറയുമ്പോഴോ അല്ലെങ്കിൽ സെറ്റിലോ ഒക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? വന്നിട്ടുണ്ട്. ആസിഫ് അലിയുടെ ബാഡ് ഫേസ് എന്നെ ഒന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ആസിഫ് എപ്പോഴും ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ഞാൻ കണ്ടിട്ടുള്ളത് സെറ്റിൽ ശബ്ദം ഉണ്ടാകുമ്പോഴാണ്. അതായത് അഭിനയം നടക്കുന്ന സമയത്ത് മറ്റേ ഈ ചുറ്റും നിൽക്കുന്നവർ സംസാരിക്കുക, ആ സൗണ്ട് ഭയങ്കര കുഴപ്പമുണ്ട്. അത് നിങ്ങൾ ഈ നേരത്തെ പറഞ്ഞ ഈ ഫോൺ എടുക്കാത്ത നോക്കിയിട്ട് തന്നെ കൂട്ടി വായിക്കണം എന്നിരിക്കുന്നു. സൗണ്ടുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം അൺവീൽ ചെയ്യാനുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെ ചെറിയ ശബ്ദങ്ങൾ പോലും ഒരു കാര്യത്തിൽ ഏർപ്പെടുന്ന സമയത്ത്, അഭിനയിക്കുന്ന സമയത്ത് ചുറ്റും നിൽക്കുന്നവരെല്ലാവരും അതിനകത്ത് നിൽക്കണം എന്ന് പുള്ളിക്ക് നിർബന്ധമുണ്ട്. എപ്പോഴും എല്ലാ സെറ്റിലും ഉണ്ട് ഈ ബ്ലാസ്റ്റിങ്. സിനിമ തുടങ്ങി 5 ദിവസത്തിനുള്ളിൽ അത് നമുക്ക് കേൾക്കാം. വാസി പൊട്ടിത്തെറിച്ചിറങ്ങിപ്പോയി, കരവണിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞ സംഭവമുണ്ട്. അത് ആസിഫിന്റെ കുഴപ്പമല്ലല്ലോ. അത് മറ്റുള്ളവരെല്ലാവരും കൂടെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം അല്ലേ. ഒരു ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്ന സമയത്ത് അത് സിനിമയ്ക്കോട് നമ്മൾ ചെയ്യേണ്ട ഒരു റെസ്പെക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമാണ് പെട്ടെന്ന് ഇങ്ങനെ, പിന്നെ ഒരു നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ്, റെസ്പെക്ട് കിട്ടാത്തൊരു സാഹചര്യത്തിൽ നിൽക്കാറില്ല. അത് പലപ്പോഴും അതും ഞാൻ നിൽക്കാറില്ല. അതെ, ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആരെയും സമ്മതിക്കാറില്ല. സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കളിയാക്കലുകൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരാളാണല്ലോ താങ്കൾ. സാറിന് വിചാരിക്കരുത്, പക്ഷേ കളിയാക്കലായിട്ട് ഞാനതിനെ ട്രോൾ മലയാളം എന്നാണ് നമ്മളിപ്പോ പൊതുവെ ട്രോൾ എന്നൊരു വേർഡ് തന്നെ കണ്ടുപിടിച്ചത് സോഷ്യൽ മീഡിയക്കാരാണ്. സാർ എങ്ങനെയാണ് അതിനൊക്കെ ഡീൽ ചെയ്യുന്നത്? ഞാൻ വളരെ ചിരിച്ചുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കൾക്കൊക്കെ ഫോർവേഡ് ചെയ്ത് കൊടുക്കും, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ എനിക്ക് ഫോർവേഡ് ചെയ്ത് തരും, ഫാമിലി ഗ്രൂപ്പിലേക്ക് ഇടും. ഇതിൽ പല സന്തോഷമുണ്ടോ? ഇത്ര 10,000 ഡയറക്ടേഴ്സ് ഉണ്ട് ഇവിടെ. അതിൽ ഈ ട്രോൾ ചെയ്യപ്പെടുന്ന, അല്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ ഉള്ളതുകൊണ്ടല്ലേ ഇവര് ട്രോൾ ചെയ്യുന്നത്? എനിക്കൊരു സിഗ്നേച്ചർ ഉള്ളതുകൊണ്ടല്ലേ. ആ സിഗ്നേച്ചർ ഉള്ളത് നല്ല കാര്യമല്ലേ? അത് ആളുകളെ ചീത്തയാക്കുന്നു എന്നുള്ള സിഗ്നേച്ചർ അല്ല. പക്ഷെ എല്ലാരും സാറിനെ പോലെ കൂളായിട്ട് എടുക്കാറില്ലല്ലോ, അതാ ഞാൻ ചോദിച്ചത്. മിക്കൊരു പൊട്ടിത്തെറിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ചാവേറിന്റെ കാര്യം പറയുവാണെങ്കിൽ തന്നെ അതിന് അണിയറപ്പുറത്ത് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചു. അതിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. അത് ട്രോൾ ഉണ്ടായിരുന്നു, പല ട്രോളുകൾ ഇറങ്ങി ആ സിനിമ ഇറങ്ങിയ സമയത്ത്. ഞാൻ ഫസ്റ്റ് ഡേ തന്നെ പോയി കണ്ടൊരു പടമാണത്. ചാക്കോച്ചന്റെ ആരാധികയും കൂടെ ആയതുകൊണ്ട് ഞാൻ പോയി കണ്ടൊരു പടമായിരുന്നു. പക്ഷെ ഇപ്പൊ സാറ് പറഞ്ഞ പോലെ അവരത് ആ ലെവലിൽ എടുത്തില്ല, സാറിന്റെ ആ ഒരു കൂളന്റിൽ അവരെടുത്തില്ല. എനിക്ക് തോന്നുന്നത് മൊത്തത്തിൽ ഞാൻ അവരൊന്നും എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞ അവരങ്ങനെ എടുത്തോന്ന് ഞാൻ ഇപ്പൊ ശാരിക പറയുമ്പോൾ ഞാൻ അവർക്കൊന്നും എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന അങ്ങനെ ഒരു ലോകമില്ല. നമ്മൾ ഇങ്ങനെ ഈ മൊബൈൽ ഫോണിൽ നോക്കിയിരിക്കാൻ തുടങ്ങിയാൽ നമുക്ക് എത്ര ദിവസം വരെ നമ്മൾ ഫീൽഡ് ഔട്ട് ആവുന്നവരെ ഇരിക്കാം. ഇരുന്നിരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ഫീൽഡ് ഔട്ട് ആവും. കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ ലോകമില്ല. എല്ലാം കഴിയുമ്പോൾ അറിയുള്ളൂ നിങ്ങൾ യുവർ ഔട്ട് എന്ന് പറഞ്ഞ സാധനം. അത് ഇതൊരു വിർച്വൽ ആയിട്ടുള്ള ഇല്ലാത്തൊരു ലോകമല്ലേ. ഏതോ വീട്ടില് ഏതോ ഒരുത്തൻ സന്തോഷിച്ച് ചെയ്യുന്നു നമ്മൾ വിചാരിക്കുന്നത് അവന്റെ ഡിപ്രഷൻ മാറ്റാൻ ചെയ്യുന്നതായിരിക്കും. മനസ്സിലായോ? അവൻ എന്ത് മൂഡിലാ ചെയ്യണേന്ന് പോലും ഇത് വെച്ച് നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ ഇത് കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ ഇപ്പോ ഈ ജനുവരി 1-ാം തീയതി മുതൽ എടുത്ത ഒരു റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ സ്ക്രീൻ ടൈം കുറച്ചു, വളരെ കുറച്ചു. ഇതിന്റെ ഈ കാരണം എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഒരു സ്പീച്ച് കണ്ടപ്പോൾ മനസ്സിലായതാണ് കേട്ടോ അങ്ങനെ ഒരു. അപ്പൊ ഞാൻ ശരിയാണല്ലോ, കറക്റ്റ് ആണല്ലോ, ഇങ്ങനെ ഒരു ലോകമില്ലല്ലോ, ഇതൊരു ഫേക്ക് വേൾഡ് അല്ലേ ഈ കാണുന്നത്. എന്റെ ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ ഇരിക്കുന്ന ലോകമല്ല, ഞാൻ ജോലി ചെയ്യേണ്ടല്ലോ. എന്റെ റിയൽ വേൾഡ് ഞാൻ ജോലി ചെയ്യേണ്ടതാണ്, ഞാൻ ചിന്തിക്കേണ്ടതാണ്, ഞാൻ പണിയെടുക്കേണ്ടതാണ്. ദിസ് ഈസ് മൈ ടൈം, ഇതാണ് എന്റെ സമയം. ഈ സമയത്ത് ഞാൻ ജോലി ചെയ്തില്ലെങ്കിൽ എന്റെ കുടുംബത്തിന് വേണ്ടി ആരും ജോലി ചെയ്യാനില്ല, ഞാൻ തന്നെ ഉള്ളൂ. ഇവിടെ ഞാൻ മൊബൈൽ ഫോൺ നോക്കി ഇരുന്നിട്ട് അല്ലെങ്കിൽ മറ്റവന്റെ റീൽസ് കണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അപ്പൊ
ആ പരിപാടി നിർത്തി. അത് നോക്കിയിരുന്ന അങ്ങനെ നോക്കിയിരിക്കും. ന്യൂസ് കൃത്യമായിട്ട് കാണും, നടക്കുന്ന എന്താണെന്ന് അറിയും. അതിനപ്പുറത്തേക്കുള്ള ക്രിക്കറ്റ് കളി കാണും. അത് ഭയങ്കര ഭ്രാന്താണ്, ഭയങ്കര ഇഷ്ടമാണ്. ക്രിക്കറ്റിന് വേണ്ടി ആ 3.5 IPL 3.5 ഒറ്റ കളി കളഞ്ഞിട്ടില്ല. ഇതൊക്കെ പോസ്റ്റ് പ്രൊഡക്ഷനും ഒക്കെ നടക്കുമ്പോഴും മാച്ച് കൃത്യമായിട്ട്, അത് ഞങ്ങളുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് അന്ന് കഴിഞ്ഞ മുമ്പ് 2023 മാച്ച് നടക്കുന്ന സമയമാണ്, IPL നടക്കുന്ന സമയമാണ്. ബീച്ചേട്ടൻ അറിയാലോ, ബീച്ചേട്ടൻ പ്ലെയർ ആയിരുന്നു, ആക്ച്വലി ഡിസ്ട്രിക്ട് പ്ലെയർ ആയിരുന്നു. അങ്ങനെ തന്നെ ഒരു സിനിമ തന്നെ ഉണ്ടല്ലോ, മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു. അപ്പൊ ബീച്ചേട്ടൻ ഭയങ്കര ആരാധകനാ, സഞ്ജു ഒക്കെ ആയിട്ട് ഭയങ്കര അടുപ്പമാണ്, സാംസണും ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും ബീച്ചേട്ടന്റെ റൂമിലിരുന്ന് IPL കാണുക എന്നുള്ളതായിരുന്നു. ഭയങ്കര ആവേശമായിരുന്നു. അപ്പൊ പിന്നെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ സാർ, ഒരു കരിയർ സാറിന്റെ പ്രൊഫഷനിൽ സാർ ഒരുപാട് ആർട്ടിസ്റ്റുകളെ പരിചയപ്പെടുന്നുണ്ട്, പല ക്യാരക്ടർ സാർ തന്നെ പറഞ്ഞു, പലരും പല ജോണറിലുള്ള പല ക്യാരക്ടറുള്ള ആൾക്കാരാണ്. അപ്പോൾ സാർ ഒരു ക്യാരക്ടറിന്റെ മനസ്സിൽ കണ്ട് ഒരു ആർട്ടിസ്റ്റിനെ സമീപിക്കുമ്പോൾ അത് എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്ന ഒഴിഞ്ഞു പോയ, അല്ലെങ്കിൽ എനിക്ക് ധൈര്യമില്ല എന്ന് പറഞ്ഞു പോയ ആൾക്കാരുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ സാർ എന്താ ചെയ്യുക? അപ്പൊ അതിന് പകരം സാർ എഴുതുമ്പോ മനസ്സിലൊരു ക്യാരക്ടർ, ഒരു ആർട്ടിസ്റ്റിന്റെ മുഖം വരുമോ? അങ്ങനെ ഉണ്ടോ? പരിപാടി നിർത്തി, അത് ഫസ്റ്റ് പടത്തോടെ നിർത്തി. അതിന്റെയൊക്കെ ഇംപ്രൂവ്മെന്റ് ആണ് സാറിന്റെ ബാക്കി എല്ലാ പടങ്ങളിലും കാണുന്നല്ലേ. ഫസ്റ്റ് പടം അങ്ങനെ ഒരു ആർട്ടിസ്റ്റിനെ കണ്ട് എഴുതിയ സിനിമയാണ്. ആ ആർട്ടിസ്റ്റ് ആദ്യമേ തന്നെ നോ പറഞ്ഞു. അപ്പൊ അടുത്ത ആളിലേക്ക് പോയി, അയാൾ നോ പറഞ്ഞു, അടുത്ത ആള് പറഞ്ഞു. അങ്ങനെ വന്ന് എനിക്കത് ദുൽഖർ സൽമാൻ കഥ കേട്ടപ്പോൾ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒരു സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടെന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്നും അപ്പൊ തന്നെ പറയാറുണ്ട്. പക്ഷെ ഇത് എനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞ ബൈസൈക്കിൾ ദിവസിനെ കുറിച്ചാണ്. അപ്പോ ഇതെനിക്ക് അങ്ങനെ പറയാൻ പറ്റുന്നില്ല, കാരണം അത്രയേറെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ട് ഈ പടത്തില്. അതുകൊണ്ട് ഞാനിത് നിർമ്മിക്കാം, പ്രൊഡ്യൂസ് ചെയ്യാം, വേറൊരു ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് നമുക്ക് ചെയ്താലോ എന്ന് പറഞ്ഞു. ഞാൻ ദുൽഖറിനെ സമീപിച്ചത് അഭിനയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നോട് പുള്ളി വളരെ പ്രാക്ടിക്കലായിട്ട് പറഞ്ഞു, ചേട്ടൻ ആദ്യമായിട്ട് സിനിമ ചെയ്യാൻ പോകുന്ന ആളാണ്, അപ്പൊ ചേട്ടൻ ഇപ്പൊ എന്റെ അടുത്ത് വായിച്ച് കേൾപ്പിച്ച പോലത്തെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് വിഷ്വലി കൊണ്ടുവരാൻ ചേട്ടന് പറ്റിയില്ലെങ്കിൽ സിനിമ ഫ്ലോപ്പ് ആവും, അതുകൊണ്ടാണ് ഞാനത് നിർമ്മിക്കാം എന്ന് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞ. അങ്ങനെ ഞാൻ പറഞ്ഞത് അത് ആക്ച്വലി ദുൽഖറിനെ കണ്ട് എഴുതിയ സിനിമയല്ല കേട്ടോ, അത് വേറൊരു ആർട്ടിസ്റ്റിനെ കണ്ട് എഴുതിയ. അത് അപ്പൊ അങ്ങനെ അതിനുശേഷം ഒരു കാര്യം തീരുമാനിച്ചു, ഈ കഥ എഴുതുമ്പോൾ കഥാപാത്രം മാത്രമേ എഴുതുള്ളൂ, കഥാപാത്രത്തിന്റെ പ്രായം മാത്രമേ, കഥ പറയുമ്പോഴും അങ്ങനെ പറയുള്ളൂ. ഇപ്പോൾ സൺഡേ ഹോളിഡേ പറയുന്നത് ഞാൻ ആസിഫിനോട് അമൽ എന്നുള്ള കഥാപാത്രം പേര് വെച്ചിട്ടാണ്, അപർണയോട് പറയുമ്പോൾ അനു എന്നുള്ള കഥാപാത്രത്തെ ആ പേര് മാത്രമേ പറയാറുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ചിലപ്പോ അപർണ ഓക്കെ പറഞ്ഞില്ല, നാളെ രജീഷ് അടുത്ത് പോകണമെങ്കിൽ അപ്പോൾ അപർണ അവിടെ നിന്ന് വരുമ്പോൾ ഏതപർണ എന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ട് അതിനുശേഷം അത് ആ പരിപാടിയില്ല. പിന്നെ ഇങ്ങനെ ഒരു ചെറിയ റൂമർ ഉണ്ടല്ലോ, കോൺസ്റ്റബിൾ ആയിട്ട് അഭിനയിക്കാൻ പറ്റില്ല എന്നങ്ങനെ ഏതൊരു നടൻ പറഞ്ഞു, അങ്ങനെ അത് ഉള്ളതാണോ? അത് വലിയ നടനൊന്നുമല്ല, ഈ വലിയ നടന്മാര് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം. ഇത് ചെറിയൊരു പടം മോഹൻകുമാർ ഫാൻസിന്റെ ഷൂട്ട് കിടക്കുമ്പോ ഒരു പുള്ളി വർഷങ്ങളായിട്ട് എന്നെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ വിളിച്ചു, എന്നാ പിന്നെ ആയിക്കോട്ടെ, ഇത് പോലീസിന്റെ ഒരു സീൻ വന്നപ്പോൾ ഇദ്ദേഹത്തെ വിളിച്ചു. അപ്പൊ അദ്ദേഹത്തിന് സംഭാഷണമൊക്കെ ഉണ്ട്, ചാക്കോച്ചനുമായിട്ട് സംഭാഷണമൊക്കെ ഉണ്ട്. അപ്പൊ വന്ന് പുള്ളി, ഞാനിങ്ങനെ കാരവണിലിരിക്കുമ്പോൾ പുള്ളിക്കാരൻ തട്ടി, വല്ലതും ഇയാള്. അപ്പൊ അയ്യോ ഡ്രസ്സ് മാറിയില്ലേ എന്ന് ചോദിച്ചു. എപ്പോഴാ വന്നേന്ന് ചോദിച്ചു. ഞാൻ രാവിലെ വന്നതാ. ഞാൻ ഉച്ചയാവറായില്ല, ഡ്രസ് കോസ്റ്റ്യൂം കിട്ടിയില്ല, എന്താ കോസ്റ്റ്യൂം മാറാത്ത, ഇപ്പം ബ്രേക്ക് കഴിഞ്ഞ് ഇപ്പൊ ഷോട്ട് എടുക്കണ്ടേന്ന് ചോദിച്ചു. അല്ല സാറേ, ഞാനൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. അതാണ്, ഒന്ന് അകത്ത് കയറിക്കോളൂ സാറേ, ഞാൻ കഴിഞ്ഞ 3 പടത്തിൽ SI ആയിട്ടാണ് അഭിനയിച്ചത്, ഞാൻ എങ്ങനെ കോൺസ്റ്റബിൾ ആയിട്ട് അഭിനയിക്കും? ഞാൻ എടോ താൻ എന്താ പറയുന്നത്? താൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് തന്നെ വിളിക്കുകയല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ എന്റെ സിനിമയിൽ ഒരു ക്യാരക്ടർ വരികയാണ്, അല്ലാണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് എടുക്കുന്ന ജോലിയാണോ എന്റേത്? അല്ലല്ലോ. ഈ SI ആയിട്ടുണ്ടായിരുന്നത് നല്ല വേഷമായിരുന്നോ? ഇല്ല സാറേ, നിൽപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ചാക്കോച്ചനോട് കോമ്പിനേഷൻ ഉണ്ട്, മനസ്സിലായി. അപ്പൊ അത് അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാർക്ക് അഭിനയിക്കാതെ പോയി. കോൺസ്റ്റബിൾ അതുകൊണ്ട് എന്തായാലും സാറിന്റെ പേര് പോയില്ല, അതിനുശേഷം വിളിച്ചിട്ടില്ല. ഓക്കെ. സാറിന്റെ ഇനിയിപ്പോ ഈ ക്രൈം ത്രില്ലർ കഴിഞ്ഞാൽ സാർ പറഞ്ഞല്ലോ ഇനി ഒരു കോമഡി ആണ് ചെയ്യുന്നതെന്ന്, ഇനി ആർട്ട് അങ്ങനെ എന്തെങ്കിലും ഫീൽഡിലേക്ക് സാർ നോക്കൂ? ആർട്ടാണോ ആഡാണോ ഉദ്ദേശിച്ചത്? ആഡല്ല, ആർട്ട് ഫിലിംസ് ഉണ്ടല്ലോ പാരലൽ ഫിലിംസ്. അങ്ങനെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല കേട്ടോ. ഇപ്പൊ ഈ പാരലൽ ഫിലിംസ് എന്ന് പറയുമ്പോൾ എനിക്ക് ആളുകൾക്ക് ആസ്വാദ്യകരമായിട്ടുള്ള സിനിമകളാണ് എന്നെ സംബന്ധിച്ചോളം ആർട്ട് ഫിലിംസ്. അല്ലാതെ ഒരു വിഭാഗത്തിന് മാത്രം കണ്ടിട്ട് അല്ലെ, ഒരു 10% ആൾക്കാർ ഒരു സിനിമ ഈ കഴിഞ്ഞ ദിവസം അതിന്റെ പ്രൊഡ്യൂസർ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ആളാണ്. ആ ഡയറക്ടർ പറഞ്ഞ് ഇട്ട ബജറ്റിന്റെ 3 times ഇദ്ദേഹം സ്പെൻഡ് ചെയ്യേണ്ടി വന്നു.
അപ്പം ഞങ്ങളെല്ലാം പറയുന്നുണ്ട്, ചേട്ടൻ എന്താ കാണിക്കുന്നത്, സിനിമ അറിഞ്ഞുകൂടാത്ത ആളാണോ, ഒരു ബഡ്ജറ്റ് ഇട്ട് ആ ബഡ്ജറ്റിൽ നിൽക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 5% കൂടാം, അതിനെ ഒരിക്കലും 300% കൂടാൻ സമ്മതിക്കരുത്, ഇത് റിട്ടേൺ വേണ്ടേ. അപ്പം ഇല്ല, അത് നന്നാവും. ഈ പാവം മനുഷ്യൻ ഈ സിനിമ ചെയ്ത് എസ്റ്റാബ്ലിഷ്ഡ് ഡയറക്ടറാണ്. ഈ സിനിമ ഇറങ്ങി രണ്ടാമത്തെ ദിവസം തന്നെ ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ അതുപോലെ ഫ്ലോപ്പായി പോയി. ഭയങ്കര വിഷമായി പോയി. ഞങ്ങൾക്കെല്ലാം ഭയങ്കര വിഷമമായി. അതായത് ഞങ്ങളുടെ കൂട്ടുകാരനായി പ്രൊഡ്യൂസ് ചെയ്തിരിക്കും, ഞങ്ങൾക്കെല്ലാം ഭയങ്കര വിഷമായി പോയി. അപ്പോൾ ഈ ഞങ്ങളിപ്പോൾ ഈ ഒരാഴ്ചക്ക് ശേഷം ഇദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം വളരെ ഇങ്ങനെ ഭയങ്കര മ്ലാനമായിട്ടിരിക്കുകയാണ്. അദ്ദേഹം പറയണേ, ഈ ഡയറക്ടർ പറഞ്ഞു ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഹാപ്പിയാണെന്ന്. ആലോചിച്ചേക്ക്. അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞത്, നമ്മളുടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മറ്റൊരാളുടെ പണം മുടക്കി ചെയ്യുമ്പോൾ അയാൾക്ക് ആ പണം തിരിച്ചു കിട്ടുക എന്ന് പറയുന്നതാണ് അതിന്റെ ആദ്യത്തെ പരിപാടി. അല്ലാതെ എൻ്റെ ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവരാനായിട്ട് അയാളുടെ കുടുംബവും വിറ്റ്, ഭാര്യയുടെ കെട്ടുതാലും വിറ്റിട്ട് എൻ്റെ ക്രിയേറ്റിവിറ്റി പുറത്തു കൊണ്ടുവന്നിട്ട് എന്താ എനിക്ക് കാര്യം? എനിക്ക് എങ്ങനെ കിടന്ന് ഉറങ്ങാൻ സാധിക്കും? അങ്ങനത്തെ ഒരു പരിപാടി സംഭവം നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. പിന്നെ ഈ തിയേറ്ററിൽ പ്രേക്ഷകർ ഒരു സംവിധായകൻ ജിസ്റ്റോയ് പറഞ്ഞു, തിയേറ്ററിൽ എന്റെ പ്രേക്ഷകർ കരയുന്നത് എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ്, അങ്ങനെ എന്തെങ്കിലും? അല്ല, അതിനെ വേറെ രീതിയിലാണ്ടോ അന്ന് ആ ഇന്റർവ്യൂവിൽ വളച്ചൊടിച്ചത്. ആക്ച്വലി അങ്ങനെയല്ല പറഞ്ഞത്, പ്രേക്ഷകർ കരയുന്നു. ഇപ്പൊ ആകാശദൂത് എന്ന് പറഞ്ഞ സിനിമ, അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനേ പറ്റില്ല അങ്ങനെയാണെങ്കിൽ. ഇന്നും നമ്മൾ കരയുന്നതാണ്. വന്ദനം ക്ലൈമാക്സ് നമ്മള് താളവട്ടം കരയും, ചിത്രം കരയും, കാലാപാനി കരയും. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല, എന്റെ പ്രേക്ഷകര് വിഷമിച്ചിറങ്ങിപ്പോ അത് സിനിമ കൊള്ളില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി പോകരുത്. അല്ലാണ്ട് ചിരി കരച്ചിൽ എന്നുള്ള ലിറ്ററൽ സെൻസിൽ അതിനെ എടുക്കരുത്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്, വിഷമിച്ചിറങ്ങി പോകരുത്. നമ്മള് ഒരു താരത്തിന്റെ അല്ലെങ്കിൽ ഒരു ടീമിനെ വിശ്വസിച്ച് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറിയിട്ട് നമ്മള് പൈസ പോയി അങ്ങനെ വിചാരിച്ച് കരഞ്ഞോണ്ട് ഇറങ്ങരുന്ന പറഞ്ഞത്, അല്ലാതെ മറ്റേ കരച്ചിലല്ല. ഇതൊക്കെ നമ്മൾ സാറ് പറഞ്ഞ ആ ഒരു AI ലോകത്തിനുള്ള പറയുന്നതാണ്. ഓക്കെ, സാറിന് ഇനി ആസിഫ് അലിയെ വെച്ചിട്ടാണല്ലോ, അയ്യോ ആസിഫ് അലിയെ വെച്ചിട്ടാണല്ലോ സാറിന്റെ പടങ്ങൾ കൂടുതലും ഹിറ്റ് അടിക്കുന്നത്. അദ്ദേഹവും അത് സാറിന്റെ ആ ഒരു സ്റ്റോറിക്ക് അല്ലെങ്കിൽ ആ ഡയറക്ഷന് പറ്റിയ ഒരു നടനാണ് എന്ന്. അപ്പം ആസിഫ് അലിയെ അല്ലാതെ വേറൊരു നടൻ, എനിക്കൊന്ന് ചാക്കോച്ചനെ വെച്ചാണ് ചെയ്തത്, മോഹൻകുമാർ ഫാൻസ്, ബിജുചേട്ടൻ. ഓക്കെ, ബിജുചേട്ടൻ ഇപ്പം നമ്മുടെ ഇതിലുണ്ടല്ലോ. അത് ഈ ആസിഫ് അലിയെ കൂടാതെ വേറൊരു നടനെ വെച്ച് ചെയ്യാനുള്ളൊരു എന്താണ് ഇനി ഒരു ധൈര്യം? ഉറപ്പായിട്ടും ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ലാൽ സാറിനെ വെച്ചിട്ട് 50-55 പരസ്യം, 52 പരസ്യം ഡയറക്ട് ചെയ്തിട്ടുണ്ട് ആഡ് ഫിലിംസ്. മഞ്ജു വാര്യർ വെച്ചിട്ടും ഇവരുടെ കോമ്പിനേഷനിലും, ലാൽ സാർ മഞ്ജു കോമ്പിനേഷനിലും. എന്നെ ഏറ്റവും കൂടുതൽ വിസ്മയിപ്പിച്ചിട്ടുള്ള, എന്നെയല്ല നമ്മൾ ഈ സംസാരിക്കുന്ന ഇന്ന് മലയാള സിനിമയെ ആരാധിക്കുന്ന എല്ലാവരും വിസ്മയിപ്പിച്ചിട്ടുള്ള രണ്ടുപേരാണ് ഇവർ. അവരെ വെച്ചിട്ടൊക്കെ എന്തെങ്കിലും അതിനുള്ള മെച്യൂരിറ്റി നമുക്കായിന്ന് അവർക്കും, പിന്നെ അതൊരു നമ്മൾക്ക് ഒരു ബ്ലെസ്സിങ്ങിലാണല്ലോ നടക്കുക. അത്രയും ലെജൻഡറി ആൾക്കാർ നോക്കി ഇന്ത്യ മുഴുവൻ ഇട്ട് നോക്കുന്ന രണ്ട് താരങ്ങളുടെ ഒരു വർഷത്തിൽ കൂടി പോയ 3-4 സിനിമയായിരിക്കും അവർ ചെയ്യുന്നത്. ആ 4 പടത്തിൽ ഒന്ന് നമ്മളാവുക എന്ന് പറയുന്നൊരു ബ്ലെസ്സിങ് ആണ്. ആ ബ്ലെസ്സിങ് ഉണ്ടാവണേ എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രാർത്ഥന. ഓക്കെ, ഇപ്പൊ നമ്മുടെ സിനിമകൾക്ക് നമ്മുടെ നാട് കടന്ന്, അതായത് ഇപ്പം കേരളം കടന്ന് തമിഴിലേക്കും മഞ്ഞുമൽ ബോയ്സ് ആയാലും ഭയങ്കര അപ്രീസിയേഷൻ ആണ്. അവര് എനിക്കൊന്ന് ഗുണ എന്ന പടം അന്ന് കാണുന്നതിനേക്കാളും അപ്പൊ നമ്മുടെ ആ ഒരു ആൾക്കാരുടെ, അതായത് ആ ക്രൂവിന്റെ കഴിവാണ് അത്, ആർട്ടിസ്റ്റ് ഉൾപ്പെടെ. സാർ അത് ശ്രദ്ധിക്കും, എന്താണ് സാറിന് അത് തോന്നുന്നു ഇപ്പൊ അങ്ങനെ? മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അത് മലയാള സിനിമ എക്കാലത്തും ഇനി അങ്ങോട്ട് കടപ്പെട്ടിരിക്കണം ആ സിനിമയോട്. കാരണം അവര് വെട്ടിയുണ്ടാക്കിയ ഒരു പാതയാണ് ഇത്. ഓഫ് കോഴ്സ് പ്രേമം എന്ന് പറയുന്ന സിനിമ 10 വർഷം മുൻപ് വന്നിട്ടുണ്ട്, 8 വർഷം മുമ്പ് വന്നിട്ട് അത് 300 ദിവസം മറ്റേ ചെന്നൈയിലൊക്കെ കളിച്ചിട്ടുണ്ട്. പക്ഷെ മഞ്ഞുമൽ ബോയ്സ് പോലെ അങ്ങനെ ഹൈദരാബാദും എല്ലായിടത്തും പോകുന്നിടത്ത് മുഴുവൻ അത് വമ്പൻ ഹിറ്റായിട്ട് മാറിയല്ലോ. അപ്പൊ അവര് ഇതുവരെ നമ്മൾ ഇവിടെ നിന്നൊരു സിനിമ അങ്ങോട്ട് പോകുമ്പോൾ ഡബ് ചെയ്തിട്ടാണ്, അവരുടെ സിനിമകൾ മാത്രമാണ്. ഇപ്പൊ ചെന്നൈയിൽ നിന്ന് അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു പടമാണ് നമ്മൾ അവരുടെ ഭാഷയിൽ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ തെലുങ്ക് പടം പോലും നമ്മൾ ഡബ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഡബ് ചെയ്യാതെ നമ്മുടെ സിനിമകൾ സബ് ടൈറ്റിൽ വായിച്ചിട്ട് അവർ കാണുന്നു. അവിടുത്തെ റിവ്യൂ ആൾക്കാർ, ഇവിടുത്തെ പ്രൊഫഷണൽ റിവ്യൂ ചെയ്യുന്നവരെ പോലെ തന്നെ അവിടെ റിവ്യൂ പറയുന്നവരുണ്ട്. അവർ നമ്മുടെ മലയാള സിനിമയെക്കുറിച്ച് റിവ്യൂ പറയുന്നു. അങ്ങനെ ഭയങ്കര, ഇപ്പോൾ തലവൻ്റെയൊക്കെ വളരെ പ്രശസ്തനായിട്ടുള്ള ഒരു റിവ്യൂവർ പറഞ്ഞ ഒരു റിവ്യൂ ദിവസം എനിക്ക് രാവിലെ ബീച്ചേട്ടൻ അയച്ചിരുന്നു, കുറേ പേര് അയച്ചിരുന്നു.
അപ്പോഴാണ് ഞാൻ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ റിവ്യൂസ് കാണും, ഇങ്ങനെ പടങ്ങളെ റോസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അദ്ദേഹം റിവ്യൂ പറഞ്ഞതിന് ശേഷം ഒരുപാട് പേര് പറയുന്നു ചെന്നൈയിലും ഷോകളുടെ എണ്ണം കൂടുന്നു, ഉള്ള ഷോകളെല്ലാം ഹൗസ്ഫുൾ ആവുന്നു, അങ്ങനത്തെ ഒരു സാഹചര്യങ്ങളുണ്ട്. അതെല്ലാം ഞാൻ പറഞ്ഞത് ഈ മഞ്ഞുമൽ ബോയ്സ് ഉണ്ടാക്കിയെടുത്ത ഒരു വഴിയാണ്. ഇനി എന്തായാലും നമ്മൾ മലയാളികളുടെ സിനിമകൾ, മലയാള സിനിമകളെല്ലാം അതിൽ തന്നെ പോകട്ടെ എന്നാണ്. തീർച്ചയായിട്ടും. പിന്നെ സാറിന് റിക്വസ്റ്റ് ഉണ്ട്, പോപ്പുലർ റിക്വസ്റ്റ് ആണ്, സാറിന് അറിയാവുന്നതായിരിക്കും, കാരണം അല്ലു അർജുന്റെ സൗണ്ടിന്റെ ഉടമസ്ഥനാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ ഉറപ്പായിട്ട് ഒരു പോപ്പുലർ ആയിട്ടുള്ള ഒരു അല്ലുവിന്റെ ഇത് ഞാൻ ഈ സംസാരിക്കുന്ന ശബ്ദത്തിൽ തന്നെയാണ് ഡബ് ചെയ്യുന്നത്. അതെ, എന്നാലും എല്ലാരും പറയുമ്പോൾ മറ്റേ സേഫ്റ്റിക്ക് ക്യാപ്സ്യൂൾ പോലെ എടുത്തു വരിക്കുന്ന മറ്റേ ഡയലോഗാണ്, പുഷ്പ എന്ന് പറഞ്ഞാൽ ഫ്ലവർ അല്ലടാ ഫയർ ആടാ. അടിപൊളി, സൂപ്പർ, താങ്ക് യു സോ മച്ച്. താങ്ക് യു, മൈ പ്ലഷർ. കേട്ടോ സർ, അപ്പോൾ തലവൻ ഞാൻ പേഴ്സണലി കണ്ടൊരു പടമാണ്. എങ്കിലും ഇനിയും ഒരുപാട് നാളുകൾ അത് ഓടട്ടെ എന്നും, അത് എന്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് ഞാൻ ഉൾപ്പെടെയുള്ള പ്രേക്ഷകർ വെയിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സിനിമ സമ്മാനിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.